പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ക്യാൻസർ കൂടും. ICMRൻ്റെ ഒരു പഠനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അവർ പറയുന്നത് നമ്മുടെ പുഴകളൊക്കെ മലിനമാണ്. ഈ മാലിന്യം നിറഞ്ഞ പുഴകളിലെ ചില ഘടകങ്ങൾ കൂടുതൽ ക്യാൻസർ വരാൻ കാരണമാണ്. പുഴകളെന്ന് പറയുമ്പോൾ പുഴകൾ മാത്രമല്ല, മാലിന്യം നിറഞ്ഞ തടാകങ്ങളും കനാലുകളും തോടുകളും ഒക്കെ ആ ഗണത്തിൽപ്പെടും. ICMRൻ്റെ വേറൊരു പഠനത്തിൽ പറയുന്നു, ക്യാൻസർ വന്നാൽ അത് ചികിത്സിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 5 പേർക്ക് ക്യാൻസർ വന്നാൽ അതിൽ 3 പേര് മരിക്കും. ഈ കീമോതെറാപ്പിയോ വലിയ വലിയ കാര്യങ്ങളോ ചെയ്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. ക്യാൻസർ വന്നാൽ മരിക്കും. 65% മരണനിരക്ക്. അതും ICMRൻ്റെ ഒരു പഠനമാണ് ഇന്ത്യയിലെ. ഇനി അടുത്ത ഗ്ലോബൽ ക്യാൻ എന്ന 185 രാജ്യങ്ങളിലെ ക്യാൻസറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു, ഇന്ത്യ ലോകത്തിലെ ക്യാൻസറിൻ്റെ കാര്യത്തിൽ, ക്യാൻസർ രോഗം വരുന്നതിൽ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യ 3-ാം സ്ഥാനത്താണെങ്കിൽ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുമാണ് ക്യാൻസർ ഇൻസിഡൻസിൽ, അതായത് പുതുതായിട്ട് ക്യാൻസർ വരുന്നതിൽ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം ക്യാൻസർ വരുന്നത്? ക്യാൻസർ വന്നാൽ അതിൽ 5-ൽ 3 പേർക്കും ചികിത്സ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നുള്ളതും പഠനം തെളിയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് വരുന്നു? അത് വരാതിരിക്കുന്നതിനെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുന്നതല്ലേ നല്ലത്. പുഴകളുടെ തീരത്ത്, തടാകങ്ങളുടെ തീരത്ത്, കനാലിൻ്റെ തീരത്ത് ഒക്കെ കേരളത്തിൽ ഫ്ലാറ്റുകളും വീടുകളും വില്ലകളും ഒക്കെ പണിത് ആണ് കൂടുതൽ ആളുകളും താമസിക്കുന്നത്. അപ്പോൾ ഈ പുഴകളെല്ലാം തന്നെ മലിനജലത്താൽ നിറഞ്ഞതാണ്. നമ്മൾ പലപ്പോഴും ഈ പുഴകൾ മാലിന്യം ചിലപ്പോൾ കാണാനില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷേ പല മാലിന്യങ്ങളും നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. കാണാൻ പറ്റുന്ന മാലിന്യങ്ങളും കാണാൻ പറ്റാത്ത മാലിന്യങ്ങളും, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ പൊല്യൂട്ടൻസ് നമ്മുടെ വെള്ളത്തിൽ കുറേയധികമുണ്ട്. അത് ഒഴുകി വരുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല പല സാധനങ്ങളും, അവിടെ പെസ്റ്റിസൈഡ്സ് ആകാം, വളമാകാം, മറ്റു കെമിക്കൽസ് ആകാം, മറ്റ് ആശുപത്രിയിൽ നിന്നുള്ളുന്ന വേസ്റ്റ് ആകാം, ഫാക്ടറിയിൽ നിന്നുള്ളുന്ന വേസ്റ്റ് ആകാം, നമ്മൾ തന്നെ ഇതിലേക്ക് ഇടുന്ന വേസ്റ്റ് ആകാം, ഈ അറവ് ശാലകളിൽ നിന്ന് തള്ളുന്ന സാധനങ്ങളാകാം. അങ്ങനെ ഇതെല്ലാം നമ്മുടെ പുഴകളിലേക്കും തടാകങ്ങളിലേക്കും കനാലുകളിലേക്കും ഒക്കെ ഒഴുകി വന്ന് അത് നമുക്ക് ഈ ക്യാൻസർ നൽകുന്നു. ഈ പുഴകളുടെ തീരത്ത് താമസിക്കുന്ന വില്ലകളിലോ ഫ്ലാറ്റുകളിലോ ഒക്കെ താമസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള സമ്പർക്കം ഈ വെള്ളവുമായിട്ടുണ്ടാകാം. ഇത് മാത്രമല്ല, നമ്മളുടെ മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും മിക്ക കുടിവെള്ള പദ്ധതികളുടെയും വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പിംഗ് സ്റ്റേഷൻ, പമ്പിംഗ് വെല്ല് ഈ മലിന ജലം ഒഴുകുന്ന പുഴകളോടോ തടാകങ്ങളോടോ ചേർന്ന് തന്നെയാണ്. അവർ കുറച്ച് ഫിൽട്രേഷനും പിന്നെ ഈ ക്ലോറിൻ്റെ ചാക്കുമൊക്കെ അതിന് ഇടുന്നുണ്ടാകും. പക്ഷേ ഫിൽറ്റർ ചെയ്താൽ മാറുന്ന മാലിന്യങ്ങളുണ്ട്, അതുപോലെ ഫിൽറ്റർ ചെയ്താൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള മാലിന്യങ്ങളുണ്ട്. എല്ലാ മാലിന്യങ്ങളും അങ്ങനെ പോകണമെന്നില്ല. ഇനി അടുത്തത്, ഈ മാലിന്യജലം ഇങ്ങനെ നമ്മൾ പല വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കുടിക്കാനായിട്ടും കുളിക്കാനായിട്ടും ഭക്ഷണം പാകം ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കൃഷി ചെയ്ത് പച്ചക്കറിയോ അല്ലെങ്കിൽ നെല്ലോ കേരളത്തിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ ആ ചെടികൾ വലിച്ചെടുക്കുന്ന വെള്ളവും പലപ്പോഴും ഈ മലിനജലം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയും, ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥമാണ്, വീട്ടിലുണ്ടാക്കിയതാണ്, ടെറസിലുണ്ടാക്കിയതാണ്, ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുമ്പോഴും അതിനുപയോഗിച്ച് വെള്ളം ഈ പറഞ്ഞ പന്തി അല്ലെങ്കിൽ അതിൽ അലുമിനിയവും ലെഡും അയണും ഒക്കെ ഈ വെള്ളത്തിൽ കൂടി ചെടികളിലേക്ക് വരികയും ചെടികളിൽ അത് ഫ്രൂട്ട്സിലേക്കോ ഫ്ലവറിലേക്കോ ഒക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക് ഈ മലിനജലത്തിൽ നിന്ന്, കേരളത്തിലെ പുഴകളിലെ മലിനമായ പുഴകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നുമൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉള്ളിലേക്ക് വരും. അങ്ങനെ ക്യാൻസറിൽ കേരളം 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഇൻസിഡൻസിൽ പുതിയ ക്യാൻസർ രോഗങ്ങൾ വരുന്നതിൽ അത് ICMR അതിൻ്റെ പഠനങ്ങൾ കുറേയധികം നടത്തിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഏതൊക്കെയാണ് കൂടുതലുണ്ടാകുന്നത്, സ്ത്രീകൾക്ക് ഏതൊക്കെയാണ് കൂടുതലുണ്ടാകുന്നത്. അതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ 5-ൽ 3 പേരും മരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ചികിത്സിക്കാൻ കുറേയധികം ആശുപത്രികളുണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റിലെ കേന്ദ്ര ഗവൺമെൻറ് ഡിസ്ട്രിക്ട് ക്യാൻസർ കെയർ സെൻറ്റർ, ഡേ കെയർ സെൻറ്റർ 759 ജില്ലകളിൽ സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ രോഗം വന്നതിന് ശേഷം കീമോതെറാപ്പി ചെയ്യാനോ അല്ലെങ്കിൽ രോഗനിർണയത്തിന് വേണ്ടിയിട്ടോ പാലിയേറ്റീവ് കെയറിനോ ഒക്കെയുള്ള സെൻറ്ററുകളാണ്.
ഈ രോഗം വന്ന ശേഷം ഈ 5-ൽ 3 പേര് മരിക്കുമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതോ ഈ രോഗം വരുന്നതിൻ്റെ കാരണമായ ഈ പുഴയെ മലിനമാക്കുന്ന നമ്മളുടെ രീതി അത് അവസാനിപ്പിച്ച് മലിനമല്ലാത്ത ഒരു പുഴ നമുക്ക് പുഴകൾ ഉണ്ടാകുകയും അങ്ങനത്തെ പുഴകളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുകയും അതിലൊക്കെ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു. സ്വിറ്റ്സർലൻഡിലെ പുഴകൾ, ഏത് പുഴ എവിടെ നോക്കിക്കഴിഞ്ഞാലും വളരെ ക്ലീനാണ്, ഒരു മാലിന്യവും ഇല്ലാത്ത വിധത്തിലാണ് അവരത് സംരക്ഷിക്കുന്നത്. അതിനെയാണ് ഒരു വികസിതമായ ഒരു പ്രദേശത്തെ അവരുടെ പുഴകളോടുള്ള ഒരു സമീപനവും പുഴകളെ എങ്ങനെ സംരക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ ഏത് പുഴകളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് തടാകത്തിൽ നോക്കിയാലും, ഏത് കനാലിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെയൊക്കെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യം എന്ന് പറയുമ്പോൾ കാണാൻ പറ്റാത്ത മാലിന്യമുണ്ട്, കണ്ടാൽ കാണാൻ പറ്റുന്ന മാലിന്യമുണ്ട്. കാണാൻ പറ്റാത്ത മാലിന്യം ഇഷ്ടം പോലെ അതിൽ ഡിസോൾവ് ആയിട്ടും അല്ലാതെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ പല പഠനങ്ങളും കേരളത്തിലും CWRDയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേമ്പനാട് ലേക്കിലും നല്ല പുഴകളിലും ഈ പെരിയാറിൻ്റെ മാലിന്യത്തെ പറ്റിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രക്ഷോഭങ്ങളും അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ച കുറേയധികം ആക്ടിവിസ്റ്റുകളും ഒക്കെ കേരളത്തിലുണ്ട്. പക്ഷേ എന്ത് പ്രയോജനം? നമ്മൾ വഷളായി പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈ ഒരു പുഴയുടെ ആരോഗ്യത്തെപ്പറ്റി, ആ പുഴയുടെ ആരോഗ്യത്തിൽ നിന്ന് മനുഷ്യരുടെ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കാൻ ഇവിടെ നമുക്ക് ഒരു ഭരണകൂടമില്ല. ഭരണകൂടത്തിൻ്റെ, നമ്മുടെ കേരള സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മാലിന്യമുക്ത കേരളമല്ല, പകരം ഇപ്പോൾ ലഹരിമുക്ത കേരളം. കാരണം ലഹരിയിൽ ആറാടുകയാണ്. അപ്പോൾ ലഹരിമുക്ത കേരളമാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രയോറിറ്റി. എല്ലാവരും അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. കാരണം ലഹരിയിൽ ആറാടി കഴിഞ്ഞുകൊണ്ട് ലഹരിമുക്ത കേരളം വേണമെന്നും പറഞ്ഞു. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് മുക്ത കേരളം, കാരണം സ്വർണ്ണക്കള്ളക്കടത്തിൽ ആറാടുകയാണ്. അങ്ങനെ അതുപോലെ ഇൻവെസ്റ്റ് കേരള, കാരണം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കേരളത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രയോറിറ്റി മാറി വരുമ്പോഴത്തേക്കും ഈ നമ്മുടെ ആരോഗ്യം, ക്യാൻസർ കൂടുന്നു. അതിൽ തന്നെ 5-ൽ 3 പേര് ക്യാൻസർ വന്നാൽ മരിക്കും. ആശുപത്രികളുടെ എണ്ണം കൂടിയത് കൊണ്ടൊന്നും വലിയ കാര്യമില്ല. കീമോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതൊക്കെ ICMR വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റി, അവർക്ക് ഉന്നതർക്ക് ചികിത്സിക്കാൻ അമേരിക്കയ്ക്ക് പോകാം, അവർക്ക് അവരുടെ താമസിക്കുന്ന വീടുകളിൽ വളരെ ശുദ്ധമായ വെള്ളം, ഏതെങ്കിലും നല്ല സ്ഥലത്ത് നിന്ന് കുപ്പിവെള്ളം തന്നെ, നല്ല കുപ്പിവെള്ളവും അവർക്ക് കുളിക്കാൻ വേണ്ടി നല്ല നീന്തൽക്കുളവും ഒക്കെ താമസിക്കുന്നിടത്ത് സൃഷ്ടിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഈ ക്യാൻസർ വന്ന് മരിക്കുന്നതിലേക്ക് തള്ളിപിടിക്കുകയാണോ കേരള സർക്കാർ?